പല മേഖലകളിൽ ഒട്ടേറെ വിദഗ്ധരായ മലയാളി സഹോദരങ്ങളുണ്ട്. ശാസ്ത്രജ്ഞർ, സാങ്കേതിക വിദഗ്ധർ, അക്കാദമിക് രംഗത്ത് വലിയ കഴിവ് തെളിയിച്ചവർ, വിദേശത്ത് പോയി നല്ല രീതിയിൽ പ്രവർത്തിച്ച് വ്യാപാര രംഗത്തും വ്യാവസായിക രംഗത്തും വൻപിച്ച നേട്ടം കൊയ്തവർ, ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രതിഭകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരായിട്ടുണ്ട്. ഇങ്ങനെ പോയവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചുരുക്കം ചില വിഭാഗങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ ആ സഹോദരങ്ങൾ എപ്പോഴും നാടിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. നാടിൻ്റെ ഓരോ സ്പന്ദനവും ഉൾക്കൊള്ളുന്നവരാണ്. അതിൻ്റെ ഭാഗമായി വികാരം കൊള്ളുന്നവരാണ്. പക്ഷേ അവർക്ക് നാടിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളൊരു വേദിയില്ല. എങ്ങനെ കേരളം മുന്നോട്ട് പോകണം, അതിനെക്കുറിച്ച് ഓരോ മേഖലയെക്കുറിച്ചും വിദഗ്ധ അഭിപ്രായമുള്ളവരാണ് പലരും. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഒരു വേദിയില്ല. മാത്രമല്ല, വിവിധ മേഖലകളിൽ കേരളത്തെ സഹായിക്കാൻ പറ്റുന്നവരുണ്ട്. അത്തരം പ്രതിഭകളെ ബന്ധപ്പെടാനുള്ള ഒരു വഴിയും വന്നില്ല. അവരവരുടേതായ മേഖലയിൽ പ്രവർത്തിച്ചു പോവുകയാണ്. ഇതെങ്ങനെ പരിഹരിക്കാം? എങ്ങനെ ഈ പ്രതിഭകളുടെ എല്ലാം സഹകരണം, സഹായം നാടിന് സ്വീകരിക്കാം? അത്തരമൊരു ആലോചനയിൽ നിന്നാണ് ഇതുപോലൊരു സഭ രൂപം കൊള്ളുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, 2018 ഇതിന് തുടക്കം കുറിച്ചത്. 2018 ലോക കേരള സഭ എന്ന ആശയം യാഥാർത്ഥ്യമാകുമ്പോൾ പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു. ഇത് എത്ര കണ്ടാണ് ഫലപ്രദമാവുക? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? എന്തെങ്കിലും പ്രത്യേക ഗുണം ഇതുകൊണ്ട് ഉണ്ടാകുമോ എന്നെല്ലാമുള്ള പല സംശയങ്ങൾ ചിലരിലുണ്ടായിരുന്നു. ചിലരത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ 5ാം സമ്മേളനത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരമായി കഴിഞ്ഞു. കാരണം ഈ വേദി ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വേദിയാണ്.
ലോക കേരള സഭ പോലുള്ള ഒരു വേദി ലോകത്തെവിടെയെങ്കിലും ഉണ്ട് എന്ന് ആ ഘട്ടത്തിലും നാം കേട്ടില്ല, പിന്നീടും കേട്ടില്ല. അപ്പോൾ ലോകത്ത് തന്നെ അപൂർവമായി ഒന്ന്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ നമ്മുടെ സംസ്ഥാന നിയമസഭ, ആ നിയമസഭയിലെ അംഗങ്ങളാകെ, അതോടൊപ്പം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്നൊരു സഭ. ആ സഭയിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ മലയാളി സഹോദരങ്ങൾ പ്രതിനിധികളായി എത്തിച്ചേരുന്നത്. അപ്പോൾ നിയമസഭാ അംഗങ്ങളും പാർലമെൻറ്റ് അംഗങ്ങളും പ്രവാസി സഹോദരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരും അടങ്ങുന്നൊരു സഭ. ഇത് നാം തുടങ്ങിയപ്പോൾ തീർത്തും അപൂർവമായി ഒന്നായി.